വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ഓണം എക്സാമിന് വേണ്ടുന്ന ആദ്യത്തെ 4 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഇതിനകത്തുണ്ടോ. നിങ്ങളെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. നിങ്ങൾ ഇപ്പം തന്നെ ഈ വൺ വേർഡ് പഠിച്ചങ്ങ് പോവുക കേട്ടോ. എന്നിട്ട് വലിയ വലിയ ക്വസ്റ്റ്യൻ ആൻസറുകൾ ആ വൺ വേർഡ് പഠിച്ചതിന് ശേഷം പഠിക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്നതിനോടൊപ്പം തന്നെ പഠിച്ചങ്ങ് പോയാലുണ്ടല്ലോ, അതിൽ കുറച്ച് ബാക്കി പിന്നെ പഠിച്ചാൽ മതി ഇല്ലയോ. അപ്പോൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഓണം എക്സാമിന് വേണ്ടുന്ന 4 ചാപ്റ്ററിൻ്റെ നോട്ട് ഇതിനകത്തുണ്ട്. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകും, കാരണം നമുക്ക് ഈ 4 ചാപ്റ്ററും പറയണ്ടേ. അതുകൊണ്ട് നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണേ. ഒന്നാമത്തെ, വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്, പ്രധാന പോഷകങ്ങൾ ഏതൊക്കെയാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് ഓടിച്ചിട്ട് ഒന്ന് ഫസ്റ്റ് ആദ്യത്തെ പറയുന്ന, അതായത് മനസ്സിലായോ നിങ്ങൾ. ഞാൻ ഈ ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ട് കണ്ടോ, ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലെ വൺ വേർഡായിട്ട് ഉള്ളത് കുറച്ചൊന്ന് എളുപ്പം പറയുകയാണ്. വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്, ന്യൂട്രീഷൻ എന്താണ്, ന്യൂട്രിയൻ്റ് എന്താണെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തിലെ മേജർ ന്യൂട്രിയൻസുകൾ ഏതൊക്കെയാണ്, പ്രധാന പോഷകങ്ങൾ ഏതൊക്കെയാണ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ. ഓക്കെ. അടുത്ത, ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സും ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ആനിമൽസും. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പ് ഏതൊക്കെയാണ്, മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പുകൾ ഏതൊക്കെയാണ്. ചോദ്യം മനസ്സിലാക്കി തന്നെ പോണേ. ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സും ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ആനിമൽസും. സസ്യങ്ങളിൽ നിന്നും കിട്ടുന്നതല്ലേ കുഞ്ഞുങ്ങൾ. ഏതാ പ്ലാന്റ്സിൽ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, സൂര്യകാന്തിയുടെ എണ്ണ, അതുപോലെ പീനട്ട് അല്ലേ, ഇതെല്ലാം എന്താണ്, പീനട്ടിൻ്റെ ഓയിൽ, ഇതെല്ലാം എന്താ സസ്യങ്ങളിൽ നിന്നും കിട്ടുന്ന അല്ലേ, പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന. അതുപോലെ തന്നെയാണ് മൃഗങ്ങളിൽ നിന്നും കിട്ടുന്ന ഏതാണ്, ഫിഷ് ഓയിൽ അല്ലേ, മീനെണ്ണ എന്നൊക്കെ നമ്മൾ പറയും, മീനിൻ്റെ എണ്ണ. അതുപോലെ ഗീ, നെയ്യ്, ബട്ടർ, ഇതെല്ലാം എന്താണ്, നമ്മുടെ ഫാറ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ആനിമൽസ്, മൃഗങ്ങളിൽ നിന്നും കിട്ടുന്ന കൊഴുപ്പാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്മൾ വിറ്റാമിൻ എ കിട്ടുന്ന ഫുഡ് ഐറ്റംസുകൾ ഏതൊക്കെയാണ്. ക്യാരറ്റ്, മിൽക്ക് പ്രൊഡക്റ്റ്, അമരാന്തസ്, ക്യാരറ്റും പാലുൽപ്പന്നങ്ങളും, ചീര അല്ലെ, അങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ എന്താ, വിറ്റാമിൻ എ അടങ്ങിയതാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ ബി, എഗ്ഗ്, മിൽക്ക്, സ്പിനാക്ക്, മുട്ട, പാല്, ചേമ്പില എന്നിവയൊക്കെ എല്ലാം എന്താ, വിറ്റാമിൻ ബി അടങ്ങിയതാണ്. വിറ്റാമിൻ സി, ഫ്രൂട്ട്സ്, പപ്പായ, ലെമൺ, ഗൂസ്ബെറി, നെല്ലിക്ക, പഴങ്ങൾ, പപ്പായ, നാരങ്ങ, ഇതെല്ലാം വിറ്റാമിൻ സി കേട്ടോ. വിറ്റാമിൻ ഡി, നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന കുഞ്ഞുങ്ങളെ വിറ്റാമിൻ ഡി കേട്ടോ, ഓർത്തോണേ. വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. വിറ്റാമിൻ ഇ, വെജിറ്റബിൾ ഓയിൽ, സസ്യ എണ്ണകളെല്ലാം വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ കെ എന്ന് വെച്ചാൽ കാബേജ്, കോളിഫ്ലവർ, ഇവയൊക്കെ വിറ്റാമിൻ കെ ആണ്. ഫുഡ് ഐറ്റംസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് പറയേണ്ടത് കേട്ടോ. വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസുകൾ. ഓക്കെ ആണല്ലോ. ഓക്കെ, നോക്കിയെടുത്തേ. നെയിം ദ വിറ്റാമിൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. നമ്മൾ ഈ ബ്ലഡ് ക്ലോട്ട് ആവത്തില്ലേ കുഞ്ഞുങ്ങളെ, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ആവാൻ നമ്മൾ എന്താ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്നത് വിറ്റാമിൻ കെ ആണ്. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോണേ. ബ്ലഡ് ക്ലോട്ടിങ് എന്ന് കേൾക്കുമ്പോഴേ വിറ്റാമിൻ കെ കേട്ടോ. അതുപോലെ തന്നെ മെയിൻ സോഴ്സസ് ഓഫ് എനർജി. വിച്ച് ന്യൂട്രിയൻസ് ഇസ് ദ മെയിൻ സോഴ്സസ് ഓഫ് എനർജി. എന്താണ് മെയിൻ സോഴ്സസ് ഓഫ് എനർജി എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോ, കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശരീരം റിപ്പയർ ബോഡി സെൽസ്, റിപ്പയർ ബോഡി സെൽ എന്ന് കേൾക്കുമ്പോഴേ അത് പ്രോട്ടീനാണ്. ക്ലൂ വെച്ചൊക്കെ പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. ബ്ലഡ് ക്ലോട്ടിങ് എന്ന് കേൾക്കുമ്പോൾ അത് വിറ്റാമിൻ കെ കേട്ടോ. സോഴ്സസ് ഓഫ് എനർജി എന്ന് കേൾക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, റിപ്പയർ ബോഡി സെൽ എന്ന് വെച്ചാൽ പ്രോട്ടീൻസ്. ഇതിൻ്റെ എല്ലാം മലയാളം ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. അതുപോലെ തന്നെ മെയിൻ ഫങ്ഷൻ ഓഫ് ഫുഡ്. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ഫുഡ്? എന്താ കുഞ്ഞുങ്ങളെ ഫുഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താ? ടു പ്രൊവൈഡ് എനർജി അല്ലേ. നമുക്ക് നല്ല എനർജി കിട്ടും, നമ്മുടെ ശരീരം വളരുന്നുണ്ട്. അതുപോലെ റിപ്പയർ ഓഫ് ദ ബോഡി. ആ 3 എണ്ണവും വൃത്തിയായിട്ട് പഠിച്ചെഴുതണം കേട്ടോ. വിച്ച് മിനറൽസ് ഈസ് നീഡ് ഫോർ സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത്. നമ്മുടെ പല്ലും എല്ലും എന്ന് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ, പല്ലിനും എല്ലും പൊടിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ പറയത്തില്ല. അപ്പം എന്താ, കാൽസ്യത്തിൻ്റെ കുറവ് മൂലം അതുണ്ടാകുന്നതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല്ല് എല്ലെന്നൊക്കെ കേട്ടാലേ അത് കാൽസ്യമാണ്. ക്ലൂ പഠിച്ചങ്ങ് വെച്ചാൽ മതി, കാൽസ്യം. നെയിം ദ ഡെഫിഷ്യൻസി ഡിസീസ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് അയൺ. അയണിൻ്റെ കുറവ്, ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ, അല്ലെങ്കിൽ എന്താ വിളർച്ച എന്നൊക്കെ പറയും. ഒരുമാതിരി എന്താ അനീമിയ, വിളർച്ച എന്നതിൻ്റെ മലയാളം കേട്ടോ. നെയിം വൺ ഡെഫിഷ്യൻസി ഡിസീസ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാവും നിങ്ങളെ സ്കർവി. എന്താണ്? സി, സ്കർവി. വിറ്റാമിൻ സി, സ്കർവി. പഠിക്കാൻ എളുപ്പമല്ലേ, സി, സ്കർവി കേട്ടോ. എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്നും, സൂര്യപ്രകാശം എന്ന് കേൾക്കുമ്പോഴേ വിറ്റാമിൻ ഡി എന്നുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വിറ്റാമിൻ ഡി അല്ലേ.
സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതാണ് വിറ്റാമിൻ ഡി എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ 2 സോഴ്സസ് ഓഫ് പ്രോട്ടീൻ. നമ്മുടെ ഈ പ്രോട്ടീൻ ഉണ്ടല്ലോ, പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ച എഗ്ഗ്, മിൽക്ക്, ഫിഷ്, മീറ്റ് അല്ലേ. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡാണ് റൈസ്, വീറ്റ്, പൊട്ടാറ്റോ. അടുത്ത വിറ്റാമിൻ മെയിൻറ്റെയിൻ ഹെൽത്തി സ്കിൻ ആൻഡ് ഐസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ. നമ്മുടെ കണ്ണും അതുപോലെ തന്നെ സ്കിന്നും മെയിൻറ്റെയിൻ ചെയ്യുക വിറ്റാമിൻ എ ആട്ടോ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം തന്നെ എന്താ, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു രോഗമാണ് കേട്ടോ. പഠിച്ചോണം നിങ്ങളെ. ഐസ് കണ്ണുമായിട്ട് സംബന്ധിച്ച് വിറ്റാമിൻ എ ആണ് കേട്ടോ. എല്ലാം ക്ലൂ വെച്ചങ്ങ് പഠിച്ചോണം. അപ്പോൾ വാരി വലിച്ചെടുന്ന് പഠിക്കേണ്ട. വിറ്റാമിൻ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുറിവ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഉണങ്ങാൻ വിറ്റാമിൻ സി സഹായിക്കുന്നുണ്ട്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവിയാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യുന്നത് വിറ്റാമിൻ സിയുമാണ് കേട്ടോ. വിറ്റാമിൻ സി. അടുത്ത നെയിം എ ഡെഫിഷ്യൻസി ഡിസീസ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് വിറ്റാമിൻ ഡി. ഇനി വിറ്റാമിൻ ഡി എന്ന് കേൾക്കുമ്പോഴേ റിക്കറ്റ്സ്. വിറ്റാമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിറ്റാമിൻ ബി ബെർബറി എന്ന രോഗമാണ്. വിറ്റാമിൻ സി സ്കർവിയാണ്. വിറ്റാമിൻ ഡി റിക്കറ്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ എന്താവും നിങ്ങൾ ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സമീകൃത ആഹാരം എന്നാൽ എന്ത്? നമ്മുടെ മലയാളം ഉണ്ട്, ഇപ്പുറത്തുണ്ട് കേട്ടോ. എ ബാലൻസ്ഡ് ഡയറ്റ് കണ്ടെയ്ൻസ് ആൾ ന്യൂട്രിയൻസ് ഇൻ ദ റൈറ്റ് എമൗണ്ട് കേട്ടോ. എന്താ അതുപോലെ അതിൻ്റെ എക്സാമ്പിളാണ് റൈസും ദാലും വെജിറ്റബിളും ഒക്കെ. വൈ ഡു വി നീഡ് വിറ്റാമിൻസ്? എവിടെ വിറ്റാമിൻ കിട്ടുന്നത്? വിറ്റാമിൻ ഹെൽപ്സ് ഇൻ ഗ്രോത്ത്, പ്രിവെൻറ്റ് ഡെഫിഷ്യൻസി ഡിസീസ് ആൻഡ് കീപ്പ് ദ ബോഡി ഹെൽത്ത്. ഈ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഓരോ വരിയേ ഉള്ളൂ, ഒറ്റ വരിയേ ഉള്ളൂ. അത് വൃത്തിയായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വൈ ഡു വി നീഡ് മിനറൽസ്? മിനറൽസ് എവിടെ നിന്നാ? നെയിം 2 മിനറൽസിൻ്റെ പേരും കൊടുത്തേ. മിനറൽസ് ആർ നീഡ് ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി അല്ലേ. മിനറൽസ് ആണ് നീഡഡ് ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. 2 തരത്തിലുള്ള മിനറൽസ് ഉണ്ട്. കാൽസ്യവും ഉണ്ട്, അയൺ ഉണ്ട്. കാൽസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾക്കും പല്ലുകളും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് കാൽസ്യം. അയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീമോഗ്ലോബിൻ, നമ്മുടെ രക്തത്തിനകത്തിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ അയൺ ആണ് കേട്ടോ, ഇരുമ്പിൻ്റെ. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ്. നമ്മളെല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? പ്രൊവൈഡ് എനർജി ആഫ്റ്റർ നൈറ്റ് ഫാസ്റ്റിംഗ്, ഇംപ്രൂവ് ദ കോൺസെൻട്രേഷൻ അറ്റ് സ്കൂൾ കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട്. അടുത്ത 2 ഫങ്ഷൻസ് ഓഫ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ 2 ഫംഗ്ഷൻ ചോദിച്ചാൽ ഹെൽപ്പിംഗ് ഹീലിംഗ് ബോണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, എന്താ നമ്മുടെ മുറിവ് എല്ലാം ഉണ്ടാവുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങാൻ വിറ്റാമിൻ സി ആണ്. അതുപോലെ തന്നെ സ്കർവി എന്ന രോഗത്തിനെ തടയുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു വിറ്റാമിൻ സി. വാട്ട് ആർ ന്യൂട്രിയൻസ്? മുമ്പ് ഞാൻ പറഞ്ഞു ന്യൂട്രിയൻസ് ഉണ്ടോ. ന്യൂട്രിയൻസ് ആർ സബ്സ്റ്റൻസ് ഇൻ ഫുഡ് ദാറ്റ് പ്രൊവൈഡ് എനർജി ആൻഡ് ഹെൽപ്പ് ഗ്രോത്ത്. അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലെയിൻ വൈ പ്രോട്ടീൻസ് ആർ കാൾഡ് ബോഡി ബിൽഡിംഗ് ഫുഡ്. ഈ പ്രോട്ടീൻ എന്തിനാവും നിങ്ങൾ ഈ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്നറിയപ്പെടുന്നത്? ഇത് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ഇതിൽ ഇംഗ്ലീഷ് ഇല്ലാന്ന് പറയാൻ പഠിക്കേണ്ട, അപ്പുറത്ത് മലയാളം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് വായിച്ചു പോകുന്നത്. കാരണം ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാനിത് സ്പീഡിൽ വായിച്ചു പോകുന്നത്. അപ്പുറത്ത് മലയാളമുണ്ട്. അപ്പം എക്സ്പ്ലെയിൻ വൈ പ്രോട്ടീനെ നമ്മൾ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഹെൽപ്പ് റിപ്പയർ വോൺ, കട്ട് സെൽസ് ആൻഡ് ബിൽഡ് ന്യൂ ബോഡി ടിഷ്യൂസ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെ വെച്ച് നമുക്ക് പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ദ ഡിസീസ് നോക്കിയേ, മലയാളം ഇംഗ്ലീഷ് ഉണ്ട്. ദ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ. ക്വാഷിയോർക്കർ എല്ലാം എഴുതിയിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായിട്ട് ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? എനർജി റിക്വയർഡ് ഫോർ ഹ്യൂമൻ ബോഡി ഈസ് മെയിൻറ്റൈൻഡ് ഒബ്റ്റൈൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. ഞാൻ സ്പീഡിൽ പോകുകയാണെങ്കിൽ നിങ്ങളെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ധാതു ഏത്? വിച്ച് മിനറൽസ് ഈസ് പ്രസന്റ് ഇൻ ദ ഹീമോഗ്ലോബിൻ ഓഫ് ബ്ലഡ്? അയണാണ് കേട്ടോ, ഇരുമ്പ്. വാട്ട് കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? നിശാന്തതയ്ക്ക് കാരണം. നൈറ്റ് ബ്ലൈൻഡ്നെസ് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, രാത്രി കണ്ണ് കാണാത്ത അവസ്ഥ. ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിനായിട്ട് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? മുമ്പ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞായിരുന്നു അല്ലേ, നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ അതെങ്ങനെയാ രക്തം കട്ട പിടിക്കുന്നതിന് മുറിവ് എന്തെങ്കിലും നമ്മുടെ കൈ വല്ലോ ഒന്ന് മുറിവാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമെങ്കിൽ നമ്മുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അല്ലേ. ശരീരത്തിലെ മൊത്തം ബ്ലഡും വെളിയിൽ പോകത്തില്ലേ. പക്ഷേ അത് പെട്ടെന്ന് അതങ്ങ് കട്ട പിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ് കേട്ടോ. കട്ട പിടിക്കുമ്പോഴാണ് ബ്ലഡ് അവിടെ നിൽക്കുന്നത് അല്ലേ. അടുത്ത ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻസ് കോസ്ഡ് സ്കർവി? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? സി. മുമ്പ് നമ്മൾ പറഞ്ഞു സ്കർവി, വിറ്റാമിൻ സി സ്കർവി. അടുത്ത അയഡിൻ ടെസ്റ്റ് ഈസ് ഡൺ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ്. ഏതിൻ്റെ സാന്നിധ്യം
കണ്ടെത്താനാണ് അയഡിൻ ടെസ്റ്റ് നടത്തുന്നത്. നമ്മളെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അയഡിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് അന്നജം ടെസ്റ്റ് ചെയ്യുക, അന്നജത്തിൻ്റെ കേട്ടോ. ഏതിൻ്റെ സാന്നിധ്യം കണ്ടെത്താനാണ് അയഡിൻ ടെസ്റ്റ് നടത്തുന്നത്? അന്നജം. എന്താ നിങ്ങളെ? അന്നജം. ഓക്കെ. നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ ആവശ്യം എന്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ ആവശ്യം എന്താ? നമ്മുടെ ശരീരത്തിന്റെ 70% ജലമാണ് അല്ലേ? വാട്ട് ഈസ് ദ റോൾ ഓഫ് വാട്ടർ ഇൻ ഹ്യൂമൻ ബോഡി? വാട്ടർ ഈസ് നെസസറി ഫോർ ഡൈജഷൻ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ. ദഹനം നടക്കണമെങ്കിലും രക്തചംക്രമണം നടക്കണമെങ്കിലും വിസർജനം നടത്തണമെങ്കിലും ഒക്കെ നമുക്ക് ജലം ആവശ്യമാണ്. ജലത്തിലും കൊഴുപ്പിലും ലയിക്കുന്ന വിറ്റാമിനുകൾ ഏവ? വിറ്റാമിൻ ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് ഇൻ ഫാറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം നിങ്ങൾ കേട്ടോ. ജലത്തിലും കൊഴുപ്പിലും ലയിക്കുന്ന വിറ്റാമിനുകൾ. വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ എന്ന് വെച്ചാൽ വിറ്റാമിൻ ബി ആൻഡ് സി കേട്ടോ. ജലത്തിൽ ലയിക്കുന്നത് ഏതാണ്? വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എന്നാൽ ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻ ഉണ്ട്. വിറ്റാമിൻ എ, ഡി, ഇ, കെ കൊഴുപ്പിൽ ലയിക്കുന്നവ. വിറ്റാമിൻ എയും ഡിയും ഇയും കെയും ഫാറ്റിലാണ്, കൊഴുപ്പിലാണത് ലയിക്കുന്നത് കേട്ടോ. ഇനി വിറ്റാമിൻ കെയുടെ ധർമ്മം എന്താണ്? ഫങ്ഷൻസ് ഓഫ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ ജോലി എന്താ? നമ്മളിപ്പോൾ കുറേ വട്ടം കൊണ്ട് പറഞ്ഞല്ലോ. വിറ്റാമിൻ കെ ഇൻ നെസസറി ഫോർ ബ്ലഡ് ക്ലോട്ടിങ് വെൻ വൗണ്ട് ഒക്വയർ അല്ലെ? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് വിറ്റാമിൻ കെ. അയണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഇരുമ്പിന്റെ അല്ലെ? അയണിന്റെ എന്ന് വെച്ചാൽ ഇരുമ്പിന്റെ വെച്ചാൽ നിങ്ങൾ വിചാരിക്കും അടുക്കള ഉപയോഗിക്കുന്ന ഇരുമ്പാണെന്നല്ലേ. അതുകൊണ്ട് അയണെന്ന് തന്നെ അങ്ങ് പഠിച്ചു. അയണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയ അല്ലെങ്കിൽ വിളർച്ചയാണ് കേട്ടോ. വിച്ച് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ? അനീമിയ. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻസ് കോസ്ഡ് റിക്കറ്റ്സ്? ഏതാവും നിങ്ങൾ? ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ്? കണ. റിക്കറ്റ്സിന്റെ മലയാളം എന്താവും നിങ്ങളെ? കണ എന്ന രോഗം കേട്ടോ. കണ. അത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ആ റിക്കറ്റ്സ് എന്നല്ല കണ എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി ആണ്. എന്താണ്? വിറ്റാമിൻ ഡി. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊഴുപ്പെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാകും നിങ്ങളെ കൊളസ്ട്രോൾ കേട്ടോ. കൊഴുപ്പിന്റെ ഫാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ എന്താണ്? ഡാഷ് ഇസ് എ ഫോം ഓഫ് ഫാറ്റ്. ഏതാവും നിങ്ങളെ? കൊളസ്ട്രോള്. ഇനി പോഷക ഘടകങ്ങൾ മുമ്പ് നമ്മൾ പഠിച്ചതാണ് മേജർ ന്യൂട്രിയൻസ് അല്ലെ? ഒന്നാമത് തന്നെ നമ്മൾ പഠിച്ചത് മേജർ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, കൊഴുപ്പുകൾ, ധാതുക്കൾ ഇവയൊക്കെയാണ് കേട്ടോ. 5 തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അടുത്തത് നമ്മൾ ഇത് എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടെ മിക്സ് ചെയ്താ കേട്ടോ. കാന്തത്തിന്റെ ആകർഷണ ശേഷി കൂടുതലുള്ള ഭാഗം ഏതാണ്? വിച്ച് പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് അട്രാക്റ്റീവ് പവർ? ഏതാ? അതിന്റെ എൻഡ്. കാന്തത്തിന്റെ എപ്പോഴും എൻഡ് ഭാഗങ്ങളിലാണ് അട്രാക്ഷൻ കൂടുതൽ വരുന്നത് കേട്ടോ. കാന്തത്തിന്റെ പാഠത്തിലാണ് കുഞ്ഞുങ്ങളെ. ആ കാന്തത്തിന്റെ എപ്പോഴും എൻഡ് ഉണ്ടല്ലോ, അതിന്റെ അവസാനം 2 നോർത്ത് ടു സൗത്ത് എന്ന് പറയുന്നത് നമ്മൾ 2 എൻഡ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെയാണ് അതിന്റെ അട്രാക്ഷൻ കൂടുതലുള്ളത്. കാന്തത്തിന്റെ ആകർഷണ ശേഷി ഏറ്റവും കുറവുള്ള ഭാഗം അതിന്റെ നടുക്കുമായിരിക്കും അല്ലെ? മിഡിൽ ഭാഗത്തുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പോൾസ് ഡസ് എ മാഗ്നറ്റ്? ഒരു കാന്തത്തിന് എത്ര ധ്രുവങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ? നമ്മൾ പഠിച്ച അല്ലെ? ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. എന്താണ്? അസ്ഥികൂടം അല്ലെങ്കിൽ സ്കൾട്ടൺ എന്നാൽ എന്താണ്? എല്ലാ ചാപ്റ്ററോടെ മിക്സ് ചെയ്താണ്. The skeleton is the framework of a bone that provides support and shape to the body and protect certain internal organs. നമ്മുടെ ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. നല്ലപോലെ പഠിച്ചോണ്ടോ കുഞ്ഞുങ്ങളെ. നമ്മുടെ ശരീരത്തിനും ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടിനെയാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. ഹൗ മെനി ബോൺ ആർ ദെയർ ഇൻ ദ സ്കള്ള്? നമ്മുടെ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട്? 22 അസ്ഥികളുണ്ട്. തലയോട്ടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ വിച്ച് ആർ ദ മേജർ ഓർഗൻസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ സ്കള്ള്? നമ്മുടെ സ്കള്ള് എന്തൊക്കെയാ? നമ്മൾ തലയോട്ടി കണ്ടിട്ടുണ്ടോ? അതിനകത്ത് നമ്മളെ എന്തൊക്കെയാ ഈ തലയോട്ടി സംരക്ഷിക്കുന്നത്? നമ്മുടെ ബ്രെയിന്, തലച്ചോറിനെ, ബ്രെയിന് അല്ലേ? അതുപോലെ തന്നെ ഐസ്, കണ്ണിനെയും നോസിനെയും ഇയറിനെയും ടങ്ങിനെയും ഒക്കെ ആരാണ്? നമ്മുടെ സ്കള്ളാണ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. വിച്ച് ബോൺസ് പ്രൊട്ടക്ട് ഹേർട്ട് ആൻഡ് ലങ്സ്? ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. റിബ്സ് ആണ് കുഞ്ഞുങ്ങളെ. റിബ്സ് മീൻസ് വാരിയെല്ലുകളാണ് കേട്ടോ. എന്താണ്? ഏതാണ്? റിബ്സ് അല്ലെങ്കിൽ വാരി എല്ലുകളാണ്. അടുത്ത എമംഗ് ദ ബോൺസ് ഇൻ ദ സ്കൾ വിച്ച് വൺ ഈസ് കേപ്പബിൾ ഓഫ് മൂവ്മെന്റ്? തലയോട്ടിലെ അസ്ഥികൾ ചലിപ്പിക്കാൻ കഴിയുന്ന, തലയോടിലെ അസ്ഥികളിൽ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരസ്ഥിയാണ് ലോവർ ജോ, നമ്മുടെ താടിയല്, കീഴ്ത്താടിയല്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? പക്ഷെ വേറെ ഏതെങ്കിലും അനങ്ങുന്നുണ്ടോ?
വേറെ ഏതെങ്കിലും എല്ലുകൾ അനങ്ങുന്നുണ്ടോ? ഇല്ല, അനങ്ങത്തില്ല. നമ്മുടെ കീഴ്ത്താടിയിൽ മാത്രമേ നമ്മൾ സംസാരിക്കുമ്പോൾ അനങ്ങത്തുള്ളൂ. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? വിച്ച് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് സ്പൈനൽ കോഡ് ഏതാ? വെർട്ടിബ്രൽ കോളം അല്ലെ, നട്ടെല്ലാണ്, നട്ടെല്ല്. അടുത്ത എന്താണ് ജോയിന്റ്? വട്ട് ഈസ് ജോയിന്റ്? അസ്ഥിസന്ധി എന്നാൽ എന്താണ്? ജോയിന്റ് ഈസ് ദ പാർട്ട് വെർ 2 or more ബോൺസ് മീറ്റ്. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ഫ്രാക്ചർ? എന്താണ് ഈ അസ്ഥിഭംഗം? ഫ്രാക്ചർ ഉണ്ടാവും അല്ലേ? ഇപ്പം മിക്ക കുട്ടികൾക്കും എല്ലാം കളിക്കാൻ പോയിട്ട് വരുമ്പോൾ കയ്യും കാലും കെട്ടി വെച്ചോണ്ടാണ് വരുന്നത് അല്ലേ? എന്താണ് ഈ ഫ്രാക്ചർ എന്ന് പറയും? കയ്യെ ഫ്രാക്ചറായി അല്ലെ, കാലെ ഫ്രാക്ചറായി അല്ലേ? എന്താണ് എ ഫ്രാക്ചർ? ഈസ് ദ ബ്രേക്കിംഗ് ഓർ ക്രാക്കിംഗ് ഓഫ് എ ബോൺ. നമ്മുടെ അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിലിനും പറയുന്ന പേരാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ജോയിന്റ്? ഈ അസ്ഥിസന്ധികളുടെ ആവശ്യം എന്താണ്? അസ്ഥിസന്ധികളുടെ ആവശ്യം എന്താണ്? വി ആർ ഏബിൾ ടു മൂവ് അവർ ബോൺ ബിക്കോസ് വി ഹാവ് ജോയിന്റ്. അസ്ഥികൾ ചലിപ്പിക്കുന്നതിന് അസ്ഥിസന്ധികൾ ആവശ്യമാണ്. ഹൗ ആർ എ ഫ്രാക്ചർ ക്ലാസിഫൈഡ്? ഈ അസ്ഥിഭംഗത്തെ എത്രയായി തരംതിരിക്കാം? സിമ്പിൾ ഫ്രാക്ചർ എന്നും കോമ്പൗണ്ട് ഫ്രാക്ചർ എന്നും കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്നും പറയാം. ലഘുഭംഗമെന്നും വിഷമഭംഗമെന്നും സങ്കീർണ ഭംഗമെന്നും പറയാം കേട്ടോ. ഓക്കെ, അടുത്ത ഞാൻ സ്പീഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ സമാധാനത്തെ പഠിച്ചോണ്ടോ നിങ്ങൾ കേട്ടോ. അടുത്ത ദ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 ഡാഷ് ഈസ് ദ സ്മാളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാ കുഞ്ഞുങ്ങളെ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ് കേട്ടോ. നമ്മുടെ ചെവിക്ക് അകത്താണ് സാധനം ഇരിക്കുന്നത്. ഏറ്റവും ചെറുതാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ 3 അസ്ഥികൾ നമ്മുടെ ചെവിക്കകത്തുണ്ട്. അതിൽ ഏറ്റവും ചെറുത് സ്റ്റേപ്പിസ് ആണ് കേട്ടോ. ഏത് ഭാഗമാണ് മനുഷ്യ ശരീരത്തിലെ നേരെ നിർത്താൻ നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ ശരീരത്തിനെ നേരെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? നട്ടല് വേണം അല്ലേ? വെർട്ടിബ്രൽ കോളം വേണം. ഓർത്തോണേ, തലയോട്ടിയിൽ ചലിക്കുന്ന അസ്ഥി ഏതാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു. ഏതാ കുഞ്ഞുങ്ങളെ? വിച്ച് ബോൺ മൂവബിൾ ഇൻ ദ സ്കള്ള്? പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മൂവ് ചെയ്യുന്ന സ്കള്ളിലെ മൂവ് ചെയ്യുന്നത് ഏത് ബോണാണ്? ഇത് ലോവർ ജോ ബോണാണ് കേട്ടോ, കീഴ്ത്താടിയല്ല. അസ്ഥികളെ കുറിച്ചുള്ള പഠനത്തിനെ, സ്റ്റഡി ഓഫ് ബോൺസിനെ ഓസ്റ്റിയോളജി എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി വിച്ച് ഈസ് ദ ജോയിന്റ് വിത്തിൻ ദ മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ് കേട്ടോ. ബാൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഇതിലെല്ലാം പടം നമ്മുടെ ടെസ്റ്റിലുണ്ട്. എന്താണ് പെഡിസൽ ഫങ്ഷൻസ്? പൂഞ്ഞെട്ടിന്റെ ധർമ്മം എന്താണ്? ഇതെല്ലാം 4 ചാപ്റ്ററിന്റെ കൂടെ 1 വേർഡ് ആണ് കേട്ടോ. പൂഞ്ഞെട്ടിന്റെ ധർമ്മം എന്താ? പൂവിനെ അതിന്റെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അറ്റാച്ച് ദ ഫ്ലവർ ഇൻ ദ സ്റ്റെം. അതുപോലെ ഫങ്ഷൻസ് ഓഫ് തലാമസ്. പുഷ്പാസനത്തിന്റെ ധർമ്മം എന്താ? തലാമസിന്റെ ധർമ്മം എന്താ? പ്രൊവൈഡ് ദ സീറ്റ് ഫോർ അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ അല്ലെ? പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നതാണ് ആരാ? തലാമസ്. അടുത്ത ഫങ്ഷൻസ് ഓഫ് കാലിക്സ്. കാലിക്സ് എന്ന് വെച്ചാൽ വിതളപുടത്തിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം? വിതളപുടത്തിന്റെ ധർമ്മങ്ങൾ. ഫോംഡ് ഓഫ് സെപ്പൽസ് പ്രൊട്ടക്ട് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ്. അതായത് വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. പൂമട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ആ പൂവിന്റെ പടം വരച്ചിട്ട് അതിനകത്തിൽ ഇപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? കാലിക്സ്, തലാമസ് അല്ലെ, കൊറോള, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനൊക്കെ പടം നോക്കിയിട്ട് ഇത് എവിടൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ ജോലികൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ചോദിക്കും ആ പൂവിന്റെ. ഇനി അടുത്തത് കൊറോളയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഫോംഡ് ഓഫ് പെറ്റൽസ് ഗിവ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. ഒരു പൂവിന്റെ ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. നല്ല ഭംഗിയും ആകർഷണവും നൽകുന്നത് ഈ കൊറോളയാണ് കേട്ടോ. കൊറോളയാണ്. അടുത്ത ആൻഡ്രോസ്യത്തിന്റെ ഫംഗ്ഷൻ എന്തെല്ലാമാണ്? ആൻഡ്രൂസ്യവും ഗൈനോസ്യവും ഒക്കെ അറിയാമോ? അതായത് ഫോംഡ് ഓഫ് സ്റ്റെമൻസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് പൂവിന്റെ ആൺ പ്രത്യുൽപാദന അവയവമാണ് ആൻഡ്രൂസ്യം. എന്നാൽ ഗൈനോസിയോ ജനിപുടത്തിന്റെ ധർമ്മ. ഗൈനോസ്യത്തിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫീമെയിൽ ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ്രൂസ്യവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഗൈനോസിയവുമാണ്. ഈ ഗൈനോസിയം കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ് കേട്ടോ. പൂവിന്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. ജനിപുടത്തിൽ ഒന്നോ ഒന്നിലധികമോ ജനികളും ഉണ്ടാകാം. ഞാൻ സ്പീഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ സമാധാനത്തെ എഴുതിയെടുത്തോണേ. വിച്ച് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ? ഏതൊക്കെയാണ് പൂവിന്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. പൂവിന്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ആൻഡ്രൂസ്യം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഗൈനോസിയം. ആൺ പ്രത്യുൽപാദന അവയവം കേസരപുടവും പെൺ പ്രത്യുൽപാദന അവയവം ജനിപുടവുമാണ്. ഡാഷ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റെമൻസ്. ഏതാണ്? കേസരങ്ങൾ ചേർന്നാണ് കേസരപുടം ഉണ്ടാകുന്നത്. ഓക്കെ,
വിച്ച് ആർ ദ പാർട്ട് ഓഫ് ദ സ്റ്റെമൻസ്? ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് കേസരം, ആൻഡറും ഫിലമെന്റുമാണ്? പടം നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ, പടം നോക്കി വേണേ പഠിക്കാൻ. വിച്ച് ആർ ദ പാർട്ട് ഓഫ് സ്റ്റെമൻസ്? ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് കേസരം, ആൻഡറും ഫിലമെന്റും? തന്തുകവും പരാഗയും. പരാഗരേണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? വേർ ആർ പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്? പോളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻ ദ ആൻഡർ ചാമ്പേഴ്സ്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ കാണുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ചെടിയാണ് നീലക്കുറിഞ്ഞി. കൃത്രിമ പരാഗണം നടത്തുന്ന സസ്യം ഏതാണ്? വാനില കേട്ടോ. വിച്ച് പ്ലാന്റ്സ് ഈസ് ആർട്ടിഫിഷ്യലി പൊളിനേറ്റ് ചെയ്യുന്നത്? വാനിലയാണ്. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്? ഫലങ്ങൾ ഉണ്ടാകുന്ന സസ്യഭാഗം പൂക്കളാണ് കേട്ടോ. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? മുമ്പ് നമ്മൾ പറഞ്ഞു സ്മാളസ്റ്റ് ഏതാണ്? സ്മാളസ്റ്റ് ബോൺ സ്റ്റേപ്പിസ് ആണെങ്കിൽ ബിഗ്ഗസ്റ്റ് ഫീമർ ആണ് കേട്ടോ. ഫീമർ FEMUR നമ്മുടെ തുടയല് കേട്ടോ, തുടയല്. അടുത്തത് വാട്ട് ആർ കാർട്ടിലേജസ്? തരുണാസ്ഥികൾ എന്നാൽ എന്താണ്? കാർട്ടിലേജസ് അല്ലെങ്കിൽ തരുണാസ്ഥികൾ എന്നാൽ കാർട്ടിലേജസ് ആർ ഫ്ലെക്സിബിൾ പാർട്ട് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോഡി ലൈക്ക് ബോൺസ്. വളരെയധികം വഴക്കമുള്ളതും മൃദുവായതുമായ അസ്ഥികളെയാണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. അടുത്തത് വേർ ഡസ് റിബ്സ് സിറ്റുവേറ്റഡ് ഇൻ ദ ബോഡി? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ സ്ഥാനം എവിടെയാണ്? നമ്മുടെ ശരീരത്തിലെ വാരിയെല്ലുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, വാരിയെല്ലെന്ന് വെച്ചാൽ റിബ്സ്, ഇതിന്റെ സ്ഥാനം എവിടെയാണ്? ഓക്കെ, റിബ്സ് ആർ സിറ്റുവേറ്റഡ് ഓൺ ദ ബ്രസ്റ്റ് കേട്ടോ. ദ റിബ്സ് ആർ കണക്റ്റഡ് ടു ദ വെർട്ടബ്രൽ കോളം അറ്റ് ദ ബാക്ക് ആൻഡ് ദ സ്റ്റേണം ഇൻ ഫ്രണ്ട്. നമ്മുടെ ശരീരത്തിൽ മാറിടത്തിലാണ് കറക്റ്റ് വാരിയലിൻ്റെ സ്ഥാനം. മാറിടത്തിലാണ് വാരിയലിൻ്റെ സ്ഥാനം. ഈ വാരിയലുകളുടെ പിന്നിൽ, അതായത് നട്ടലിനോട് മുന്നിലായിട്ട് മാറലിനോട് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പറക്കാൻ കഴിയാത്ത പക്ഷികളുടെ പേര് ചോദിക്കാം. പെൻഗിന്, ഒട്ടകപക്ഷി, കിവി, ഇതിനൊന്നും പറക്കാൻ കഴിയാത്ത പക്ഷികളാണ് ക്യാൻഫൈ, പെൻഗിൻ, ഓസ്ട്രിച്ചും കിവിയൊക്കെ കേട്ടോ. ഓക്കെ ആണല്ലോ, എല്ലാം വൺ വേർഡുകളാണ്. അടുത്ത ഒന്നാമത്തെ പാഠം നോക്കിക്കേ. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റൈൻഡ് ഫ്രം. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായിട്ട് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നുമാണ്. ഡാഷ് ഈസ് എ ന്യൂട്രിയൻറ്റ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻസ്. അതെ, പ്രോട്ടീൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ് കോസസ് ഡിസീസ്. ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് കേട്ടോ. ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. സൂര്യപ്രകാശത്തിൽ ലഭിക്കുന്ന വിറ്റാമിൻ ഡി ആണ്. ഒത്തിരി വട്ടം നമ്മൾ പറഞ്ഞു വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകളിലും ദുർബലമായും മൃദുവായോ മാറുന്ന അവസ്ഥയെ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. വിറ്റാമിൻ ഡി എന്ന് കേൾക്കുമ്പോഴേ റിക്കറ്റ്സ്. അടുത്തത് ഡാഷ് ഈസ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദ റെഡ് ബ്ലഡ് സെൽസ്. ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്ന വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഞാൻ സ്പീഡിൽ പോവുകയാണേ. അടുത്ത low level of hemoglobin in the blood lead to the conditions called. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ, നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയെ അനീമിയ എന്നാണ് പറയുന്നത്. ഡാഷ് ഈസ് ദ പൂർ വിഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനെയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നത്. ഡാഷ് ഈസ് ദ കണ്ടീഷൻസ് ഇൻ വിച്ച് ബോൺസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് മിനറൽസ് ഇൻ ദ ബോൺസ്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയെ നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് പഠിച്ചോണേ. ഓക്കെ, സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ, അതായത് ഫൈബർ കേട്ടോ. ഫൈബർ ആർ ദ സെല്ലുലോസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് ബേസ്ഡ് ഫുഡ് വിച്ച് ക്യാൻ ബി ഡൈജസ്റ്റഡ് ബൈ അവർ ബോഡി. ഭക്ഷണത്തിലെ ഊർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്നത് കലോറിയിലൂടെയാണ്. കലോറി എല്ലാത്തിൻ്റെ ഇംഗ്ലീഷ് മലയാളം ഉണ്ടേ. എന്താണ് ന്യൂട്രിയൻസ്? പോഷകങ്ങൾ എന്നാൽ എന്താണ്? ന്യൂട്രിയൻസ് ആർ ദ കോമ്പോണൻസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെന്റ് ഡിസീസ്. വി ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ മേജർ ന്യൂട്രിയൻസ്? നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ് മേജർ ന്യൂട്രിയൻസ്. ഓക്കെ, അടുത്ത ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം നമുക്ക് തരംതിരിക്കാം? സിറിയൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ്, ലീഫി വെജിറ്റബിൾസ് അല്ലേ. നിങ്ങൾ ഒരു ദിവസം സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് എഴുതാൻ നമ്മളോട് ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. വൈ ഡു വി ഈറ്റ് ഫുഡ്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് ആഹാരമാണ്. ഫുഡ് പ്രൊവൈഡ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഓക്കെ, അടുത്തത്
വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ? നിങ്ങൾ സാധാരണയായിട്ട് ഒരു ദിവസം ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? റീഡിങ് ബുക്ക്, പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, അറ്റൻഡിങ് സ്കൂള്, സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി, ഇല്ലേ? ഓരോന്നൊക്കെ. എൻ്റെ എല്ലാം മലയാളം ഉണ്ട് നിങ്ങൾ കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിലെ കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, ഫാറ്റ്സ് എന്താണ്, മിനറൽസ് എന്താണ്, വിറ്റാമിൻസ് എന്താണ്, ഇത് ഈ 5 എണ്ണത്തിനെ കുറിച്ചും ചോദിക്കും കേട്ടോ. അതായത് എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റൈൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. Carbohydrates is found in food items in different from like starch, sugar, glucose, cellulose and tubers. ഇനി starch is present in the abundance of cereals and tubers. ഓർത്തോണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായിട്ട് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ അവയിൽ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. അന്നജം മീൻസ് സ്റ്റാർച്ച് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്തുമായിരിക്കും? പ്രോട്ടീൻസോ അല്ലോ അല്ലേ. വാട്ട് ഈസ് ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് യൂസ് ഇൻ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്? വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്നൊരു ചോദ്യം. ഇത് ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. എന്തൊക്കെയാണ്? പ്രൊവൈഡ് വെറൈറ്റി ഇൻ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഓരോ വട്ടം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ഓരോ രീതിയിൽ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ എൻഷുർ ബാലൻസ്ഡ് ഡയറ്റ് വിത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. അങ്ങനെ കുറേ 3 കൊടുത്തിട്ടുണ്ട്. 3 മലയാളം ഉണ്ട് കേട്ടോ. വൈ ഡു വി ഈറ്റ് ന്യൂട്രിയൻസ് റിച്ച് ഫുഡ്? നാം എന്തിനാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാ? പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഡിസീസ്, രോഗങ്ങളെ തടയുന്നു. കീപ്പ് അവർ ബോഡി ഫങ്ഷനിങ് പ്രോപ്പർലി, നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കുന്നു. പ്രൊവൈഡ് എനർജി ഫോർ ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റീസ്, വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഊർജ്ജവും നൽകുന്നു എന്നുള്ളതാണ് കേട്ടല്ലോ. അടുത്ത വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, ഡെഫിഷ്യൻസി ഡിസീസ്. വിറ്റാമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നസ്, വിറ്റാമിൻ ബി ഗ്ലോസിറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് കേട്ടോ. വിറ്റാമിൻ ബി ബെറിബെറി ഉണ്ട്, ഗ്ലോസിറ്റീസും ഉണ്ട്. വിറ്റാമിൻ സി സ്കർവി, വിറ്റാമിൻ ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കാണാം. അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അനീമിയ, അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ, കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപെറോസിസ്. ഈ 3 വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ 3 ഓക്കെ. മേജർ ന്യൂട്രിയൻസ് നമ്മൾ കുറേ പറഞ്ഞു. ഉറുവെന്ന് കേൾക്കുമ്പോഴേ, വൗണ്ടെന്ന് കേൾക്കുമ്പോഴേ വിറ്റാമിൻ കെ ഓർത്തോണം. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്ലൂ പഠിച്ചോണം എന്ന്. ഇനി ഫുഡ് ഐറ്റംസ്, ഭക്ഷ്യവസ്തുക്കളും അവ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് അയഡിൻ ലായനി ചേർക്കുമ്പോൾ അത് ഇരുണ്ട നീല നിറമാകുന്നു. അതുപോലെ വെള്ളരിക്കയോ നോ ഡാർക്ക് ബ്ലൂ, അവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. മൈദയ്ക്കകത്തോ അവിടെ ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു. മുട്ടയുടെ വെള്ളയ്ക്കകത്തിലോ അവിടെ ഒന്നും ഇരുണ്ട നീല നിറം ഒന്നും ഉണ്ടാകുന്നില്ല. ഗോതമ്പ് കുഞ്ഞുങ്ങളെ അവിടെയും ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേട്ടോ ടെസ്റ്റിലെ ചോദ്യം. അടുത്ത മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ എന്നാൽ എന്താണ്? നമ്മുടെ പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന് പറയുന്നത്. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. ഏതാ? മില്ലറ്റ്സിൽ. മില്ലറ്റ്സ് ആർ ദ ക്രോപ്സ് വിച്ച് ബിലോങ് ടു ഗ്രാസ് സ്പീഷീസ്. മില്ലറ്റ്സ് കണ്ടെയ്ൻസ് ഹയർ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോട്ടീൻസ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ദാൻ റൈസ് ആൻഡ് വീറ്റ്. കണ്ടോ മില്ലറ്റ്സ്. അടുത്ത വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ഇൻക്ലൂഡഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി? ടെസ്റ്റിലെ ചോദ്യമാണ്. നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? ഗ്രെയിൻസും, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സീഡ്സ്, ലീഫി വെജിറ്റബിൾസ്, ഡയറി പ്രൊഡക്ട്സുകളൊക്കെയാണ് കേട്ടോ. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, വിത്തുകൾ, ഇലക്കറികൾ, പാൽവർഗ്ഗങ്ങൾ ഇവയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചോദ്യം കേട്ടിട്ട് വേണേ കുഞ്ഞുങ്ങളെ ആൻസർ എഴുതി വെക്കാൻ കേട്ടോ. വൈ ഡു വി ഹാവ് ഫുഡ്? എന്തിനാ? ടു ഗെറ്റ് എനർജി. മുമ്പ് നമ്മളത് പറഞ്ഞല്ലേ, എനർജി കിട്ടാനും പോഷകങ്ങൾ. മുമ്പ് അങ്ങനെ ഒരു ചോദ്യം നമ്മൾ മലയാളം ഇംഗ്ലീഷ് എഴുതുക, പിന്നെ ഒന്നുകൂടെ എഴുതുക. ഓക്കെ. റൈസിനകത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, മത്സ്യത്തിനകത്തിൽ പ്രോട്ടീൻസ്, എണ്ണയ്ക്കകത്തിൽ ഫാറ്റ്, ഫ്രൂട്ട്സിനകത്തിൽ വിറ്റാമിൻസും മിനറൽസും ഒക്കെ കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അടങ്ങി. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ. ഫൗണ്ട് ഔട്ട് മോർ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻസ് പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ എഴുതാൻ ചോദിക്കും കേട്ടോ. പ്രോട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2-3 എണ്ണത്തിൻ്റെയൊക്കെ പേര് എഴുതിക്കോണം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഫാറ്റാണ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസ് എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നുമാണ് കേട്ടോ. അതായത് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഈസ് ആൾസോ എസെൻഷ്യൽ ഫോർ അസ്. ഇഫ് വി കൺസ്യൂം ഈക്വൽ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് വി വിൽ ഗെറ്റ് മോർ എനർജി ഫ്രം ഫാറ്റ് അല്ലേ. അടുത്ത ഹൗ
ടു ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് ഫാറ്റ്, ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് കണ്ടെത്തുക. ടു ടെസ്റ്റ് ദ ഫാറ്റ് ഇൻ ഫുഡ്, അത് റബ് എ സ്മാൾ എമൗണ്ട് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഇഫ് ഇറ്റ് ലീവ്സ് എ ഓയിൽ സ്റ്റെയിൻ ഇറ്റ് മീൻസ് ദ ഫുഡ് കണ്ടെയ്ൻസ് ഫാറ്റ്. നമ്മുടെ ഭക്ഷണത്തിലെ കൊഴുപ്പ് പരിശോധിക്കാൻ വേണ്ടി ഒരു കടലാസിൽ അല്പം തടവുക കേട്ടോ, ഒരു കടലാസിൽ. എന്നിട്ട് എണ്ണക്കറ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥമാക്കാം. നമ്മൾ കഴിക്കാനെടുക്കുന്ന ഇപ്പോൾ നമ്മളൊരു ഉഴുന്നുവട മേടിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഷീറ്റ് വെള്ള പേപ്പറിനകത്തോട്ട് ഒന്ന് നല്ലൊന്ന് പ്രസ് ചെയ്ത് നോക്കിയോ നിങ്ങളെ, ആ വടക്കകത്തിൽ എത്രത്തോളം എണ്ണയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുമെന്ന് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അങ്ങ് എഴുതിയാൽ മതി, എഴുതണമെന്നേ ഉള്ളൂ. അടുത്ത നമ്മൾ പ്രോട്ടീൻസിനെ കുറിച്ചാണ്. ഡിഡ് യു നോട്ടീസ് വാട്ട് ദ ഡോക്ടർ ടോൾഡ് ദ ചൈൽഡ് മോം, വൈ ഡസ് ദ ഡോക്ടർ സേ എന്ന് വെച്ചാൽ കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ, ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ഒരു ചോദ്യം നമ്മുടെ ടെസ്റ്റിലെയാണ്. ബിക്കോസ് ഹി ഈസ് എ പ്രോട്ടീൻ ഡെഫിഷ്യൻസി, കാരണം അവന് പ്രോട്ടീൻ്റെ കുറവുള്ളത് കൊണ്ടാണ്. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ് എന്താണ്? പ്രോട്ടീൻസ് ഈസ് എ ന്യൂട്രിയൻസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. പ്രോട്ടീൻസ് ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ. Moreover, proteins provide energy. Deficiency of proteins causes disease like kwashiorkor and marasmus. നമ്മുടെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീന്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. വാട്ട് ആർ ദ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ്? പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് കുഞ്ഞുങ്ങളെ ക്വാഷിയോർക്കറും മരാസ്മസും. അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാത്രി 8 മണിക്ക്. ഓക്കെ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും. ഡെഫിഷ്യൻസി ഇൻ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. ഓക്കെ, വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും നോക്കണമെങ്കിൽ അത് നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ടേ. അത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഡി ആണേ. ഓക്കെ, വിറ്റാമിൻ ഡി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സൺലൈറ്റ് കേട്ടോ. എന്നിട്ട് വിറ്റാമിൻസുകളും ഫുഡ് ഐറ്റംസുകളും അത് നമ്മൾ പറഞ്ഞതാണ്, ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഓരോന്നും എന്തത്തിലൊക്കെ അടങ്ങിയിട്ടുണ്ടോ. അടുത്ത കൊളസ്ട്രോളിനെ കുറിച്ച്. എന്താണ് ഈ കൊളസ്ട്രോൾ? കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ്. എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി. ഇഫ് ദർ ഈസ് എക്സസ് കൊളസ്ട്രോൾ ഇൻ ദ ബ്ലഡ് ഇറ്റ് ഗെറ്റ് deposited in the inner wall of blood vessels and prevent blood flow. These may cause the fatal diseases like stroke and heart failure. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു എന്നാണ്. കേട്ടല്ലോ? ഓക്കെ, എന്താണ് വിറ്റാമിൻസ് എന്ന് വെച്ചാൽ? വിറ്റാമിൻസ് ആർ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകമാണ് നിങ്ങളെ വിറ്റാമിൻസ് എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ? ത്വക്കിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാമാണെന്ന് വെച്ചാൽ വിറ്റാമിൻ എയും ബിയുമാണ്. വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വിറ്റാമിൻ ഡി? വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തുണ്ടാകും? നമുക്ക് വിറ്റാമിൻ ഡി എന്ന് വെച്ചാൽ റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകും അല്ലേ. പിന്നെ വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ ഡി കേട്ടോ. ഇതൊക്കെ ഓർത്തോണേ. അയൺ, എന്താണ് അയൺ? അയൺ ഈസ് എ മിനറൽസ്. സച്ച് കൈൻഡ്സ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ബോഡി. അയൺ ഒരു ധാതുവാണ്, പക്ഷേ ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതവുമാണ്. വിച്ച് മിനറൽസ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? അയണാണ് കേട്ടോ. അയൺ ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? സ്പിനാച്ച്, എഗ്, ഡ്രൈ ഫ്രൂട്ട്സുകൾ. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു ഗെറ്റ് ദീസ് മിനറൽസ്? ചീര, മുട്ട ഉണങ്ങിയ പഴങ്ങളും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്? കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഞാൻ ഈ സ്പീഡിൽ പോകുന്നത് ചാപ്റ്റർ 4 വേണ്ടതുകൊണ്ടാണ്. നിങ്ങൾ ഓരോന്നും സമാധാനത്തെ സമയം നോക്കി പതുക്കെ എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്തത്, കടൽ വിഭവങ്ങൾ നമ്മൾ കഴിക്കണമെന്ന് പറയുന്നത് ഹെൽപ്പ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടല്ലോ നിങ്ങളെ. തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് ഈ സീ ഫുഡ് കേട്ടോ. അടുത്ത, വൈ ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് വി അവോയ്ഡ് എഗ്, മിൽക്ക് ആൻഡ് ലീഫി വെജിറ്റബിൾസ്? മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അയോണിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ ഇവയൊക്കെ ചെന്നെങ്കിലേ നമുക്ക് നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ അല്ലേ, ഇല്ലയോ? അല്ലെങ്കിൽ ഇതെല്ലാം പോയി. അടുത്ത, ഓക്കെ, ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഈസ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. ഇറ്റ്
impart red color to blood. Hemoglobin carries oxygen to the cells and bring back carbon dioxide. Low level of hemoglobin in the blood leads to the conditions called anemia. ഹീമോഗ്ലോബിനെ കുറിച്ചാണ് ഇംഗ്ലീഷ് മീഡിയം. മലയാളം. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്നും കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻസ് കോസസ് സ്കർവി. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി എന്ന രോഗം? സി സ്കർവി കേട്ടോ. വാട്ട് ഫുഡ് ഐറ്റംസ് വിൽ യു സജസ്റ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ഇഫ് സമ്മൺ ഇൻ യുവർ ഹോം സഫേഴ്സ് ഫ്രം മൗത്ത് അൾസർ. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? ഏതൊക്കെയാണ്? മട്ട റൈസ് ഉണ്ടല്ലോ, മട്ട റൈസ്. പിന്നെ അതുപോലെ സ്പിനാക്ക്, ഡയറി, പാലുൽപ്പന്നങ്ങൾ, ചീര, ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻസ് കോസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻസ് കോസ് റിക്കറ്റ്സ്. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കണ എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെ നിശാന്തത എന്നാൽ എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ദ പൂർ വിഷൻസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. പേഴ്സൺസ് വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഹാവ് നോ issues in visions during daytime and in bright light at night. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിലും നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി ധാതുക്കൾ, മിനറൽസ് എന്താണ്? അയോഡിന്, കാൽസ്യം അല്ലേ. അയണിൻ്റെ കുറവ് മൂലം അനീമിയ ഉണ്ടാകുന്നു. അയോഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ ഉണ്ടാകുന്നു. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓസ്റ്റിയോപെറോസിസ്. ഞാൻ കുറേ പറഞ്ഞത്. വിച്ച് ഡിസീസസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ. അയണിൻ്റെ അഭാവം മൂലം അനീമിയ. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാനൊരു 4-5 വട്ടമൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളതപ്പോൾ അത്രയും പഠിച്ചോണം എന്നുള്ളതാണ്. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഗോയിറ്റർ എന്ന രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം. ഗോയിറ്റർ അറിയാവും നിങ്ങളെ തൊണ്ടയ്ക്ക്. ടു പ്രിവെൻറ്റ് ഗോയിറ്റർ ഇൻക്ലൂഡ് അയോഡിൻ്റെ കേട്ടോ, iodized salt and iodine rich food like sea fish and a dairy product of your diet. Iodine help the thyroid glands functions properly and its deficiency can causes goiter. അതായത് ഗോയിറ്റർ തടയാൻ നമുക്ക് അയോഡൈസിസ് ഉപ്പുണ്ട് ഇപ്പോൾ അല്ലേ. ഉപ്പ്, അയഡിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, കടൽ മത്സ്യം, പാലുൽപ്പന്നങ്ങൾ എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ കുറവ് ഗോയിറ്ററിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെൻറ്റ് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഓസ്റ്റിയോപൊറോസിസ് തടയാൻ പാല്, ചീസ്, തൈര്, ഇലക്കറികൾ തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇവ അസ്ഥികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ അസ്ഥികളെ ആരോഗ്യവും നല്ല ശക്തവുമായിട്ട് നിലനിർത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളികകൾ വിതരണം ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. അതായത് അയൺ ടാബ്ലറ്റ്സ് ആർ ഗിവൺ ഇൻ സ്കൂൾസ് ടു പ്രിവെൻറ്റ് അനീമിയ. അയൺ ഹെൽപ്പ് ടു മേക്ക് ഹീമോഗ്ലോബിൻ വിച്ച് ക്യാരീസ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. വിത്തൗട്ട് ഇനഫ് അയൺ കിഡ്സ് ഫീൽ ടയർഡ് ആൻഡ് വീക്ക്. ഈ വിളർച്ച തടയാൻ സ്കൂളുകളിലൊക്കെ അയൺ ഗുളിക കൊടുക്കുന്നില്ലേ, അതെന്തിനാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്തിനായിരുന്നത്? അതായത് രക്തത്തിൽ നമ്മുടെ വിളർച്ച തടയാൻ സ്കൂളുകളിൽ അയൺ ഗുളിക നൽകുന്നു. രക്തത്തിൽ ഓക്സിജൻ വഹിക്കുന്ന ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ ഇരുമ്പ് സഹായിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള അയൺ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ഷീണവും ബലഹീനതയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫൈബർ എന്താ കുഞ്ഞുങ്ങളെ? ഫൈബർ, നാരുകൾ എന്നാൽ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ എന്ന് പറയുന്നത്. നാരുകൾ പോഷകഘടകമല്ല. ദഹനം വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കൾ നാരുകൾ പോഷകഘടകമല്ല. ദഹനം വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ് കേട്ടോ. ഫൈബർ പഠിച്ചോണേ. ഫൈബർ എന്തിനാണ്? വാട്ടർ വായിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ നിലവിളി കേട്ടെല്ലാം പോയോ? എന്താവും നിങ്ങളെ? ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃതാഹാരം എന്നാൽ എന്ത് കണ്ടോ, എല്ലാം ഉണ്ട്. അപ്പോൾ അതത്രയും വൃത്തിയായിട്ട് അതെ, സമീകൃതാഹാരം എല്ലാത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷും ഉണ്ട്. കലോറി കണ്ടോ, ചോറും അവിയലും സാമ്പാറും ചോറും ഒക്കെ ഇതൊക്കെ എന്താ കലോറി ഉണ്ടോ? ഇത് ലാസ്റ്റിലത്തെ ചോദ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം അത്രയേ ഉള്ളൂ. ഒരുപാട് ഉണ്ടോ, ഒരെണ്ണം തന്നെ 3-4 വട്ടം. അടുത്ത രണ്ടാമത്തതാണ് മാഗ്നറ്റ് അട്രാക്ട് സർട്ടൺ ഒബ്ജക്റ്റ്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, കാന്തിക വസ്തുക്കൾ എന്നാൽ എന്ത്? ഞാൻ സ്പീഡി കാണിച്ചു പോട്ടെ. നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ്? ഉണ്ട് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്
മാഗ്നറ്റിക് സബ്സ്റ്റൻസും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസും തങ്ങളുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അടുത്ത മാഗ്നറ്റിക് പോൾസ് എന്താണ്? കാന്തിക ധ്രുവങ്ങൾ എന്താണ്? ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങളുണ്ട്. എഴുതിയെടുത്തോണ്ടാവും നിങ്ങൾ കേട്ടോ, കാരണം ഇതെല്ലാം കൂടെ അങ്ങ് നിലവിളിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ തൊണ്ട. മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം, എല്ലാവരുടെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. നിങ്ങൾക്ക് നോട്ട് കിട്ടുക എന്നുള്ളതല്ലേ അല്ലേ? അർത്ഥം മനസ്സിലാക്കി നോട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ 4 ചാപ്റ്ററിൻ്റെയും ഉണ്ട് മേക്കിംഗ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് നിങ്ങൾ നിർമ്മിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നല്ല രീതിയിൽ അല്ലേ, മാഗ്നറ്റ് ആദ്യം ഉണ്ടായ കാര്യവും കഥകളൊക്കെ പറഞ്ഞാണ് നമ്മൾ ഈ പാഠം തന്നെ എടുത്തത് കേട്ടോ. നിയോഡിമിയം എന്നൊക്കെ ആ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചോണേ. പലതരം കാന്തങ്ങളുണ്ട്, പല ഷേപ്പിലുള്ള കാന്തങ്ങളുണ്ട് കണ്ടോ. ഏതൊക്കെ ഒരു 5-6 ഷേപ്പിലുള്ള കാന്തങ്ങളുടെ പേര് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മാഗ്നറ്റിക് പോൾസ് എന്താണ്? മാഗ്നറ്റിക് പോൾസ് എഴുതിക്കൊണ്ടേ നിങ്ങൾ കേട്ടോ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഒരു കാന്തം മുറിഞ്ഞ് 2 കഷ്ണങ്ങളായാൽ അവിടെ എന്ത് സംഭവിക്കും? എങ്ങനെ മുറിഞ്ഞാലും എൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ 2 അറ്റ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കൂടുതൽ ആകർഷണം ഉണ്ടാകുന്നത് കേട്ടോ. മാഗ്നറ്റിക് കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം, ജിയോ മാഗ്നറ്റ്, ഭൂകാന്തം. ഭൂകാന്തത്തിൻ്റെ മലയാളം വെൻ മാഗ്നറ്റ് കം ക്ലോസർ, കാന്തങ്ങൾ അടുക്കുമ്പോൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. അട്രാക്റ്റും റിപ്പൽ കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ക്ലൂ പഠിച്ചു വെച്ചാൽ മതി. ഒരിക്കലും എന്താ ഈ എസ്സും കൂടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും റിപ്പല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വികർഷിക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ അത് എന്താ അടുക്കത്തില്ല. പക്ഷെ എപ്പോഴും അവർ അടുക്കണമെന്നുണ്ടെങ്കിൽ എസ്സും എന്നും കൂടെ അടുത്ത് വരണം. ആ ഒരു ക്ലൂ പഠിച്ചാൽ മതി. ഇവിടെയൊക്കെ എസ്സും എന്നും ഈ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ. എസ്സും എന്നും അല്ലെങ്കിൽ എന്നോ എസ്സോ അടുത്ത് വന്നെങ്കിൽ മാത്രമേ അവർ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും എന്നോ അല്ലെ എസ്സോ അടുത്ത് വന്നാൽ ഒരിക്കലും എന്താ അവർ അട്രാക്റ്റ് ചെയ്യത്തില്ല. ഓർത്തോണേ. ഇപ്പം എസ് ആയാലും അവർ അടുത്തടുത്ത് വന്ന ആരാ? എന്നും എസ്സും അല്ലെ എസ്സും എന്നും ഇല്ല, അവരൊരിക്കലും വരത്തില്ല. അവർ എന്ത് ചെയ്യത്തില്ല, അവരെപ്പോഴും റിപ്പലായിരിക്കും കേട്ടോ. പക്ഷേ എന്നും എസ്സും എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ, എന്നും എസ്സും ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ അട്രാക്റ്റും ഒരേപോലത്തെ, അങ്ങനെ ഇല്ലേ ഞാൻ പറഞ്ഞു, ഒരേപോലത്തെ വന്നു കഴിഞ്ഞാൽ റിപ്പലുമായിരിക്കും. ഇവിടെ എന്നും ഒരേപോലത്തെ നോർത്തും കൂടെ വന്നു കഴിഞ്ഞാൽ റിപ്പൽ എന്ന് വെച്ചാൽ വികർഷിക്കും. എന്നാൽ ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ അട്രാക്റ്റ്. ഓക്കെ, അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞു. അതെ, അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എന്താണെന്ന് ഉണ്ടോ? വിജാതീയ ധ്രുവങ്ങളും സജാതീയ ധ്രുവങ്ങളും എഴുതിയെടുത്തോണേ. അടുത്ത കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? കാന്തത്തിൻ്റെ ചരിത്രം, ലോഡ് സ്റ്റോൺ, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ലോഡ് സ്റ്റോണിൻ്റെ പെർമനൻ്റ് മാഗ്നറ്റും ടെമ്പററി മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം. പെർമനൻ്റ് മാഗ്നറ്റും ടെമ്പററി മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം. കാന്തം ഉപയോഗിക്കുന്നത്, കാന്തം എന്തോത്തിലൊക്കെ ഉണ്ട്, മോട്ടർ, സ്പീക്കർ എന്തോത്തിലൊക്കെ ഉണ്ടല്ലേ. വൈദ്യുത കാന്തം എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റ്. അതിൻ്റെ ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആൻസറായത് ഞാൻ ടെസ്റ്റിൽ അന്നേരം വരച്ച് കാണിച്ചതാണ് എൻ്റെ ആൻസർ. മാഗ്നറ്റ്, നാച്ചുറൽ മാഗ്നറ്റ് എന്താണ്? അത് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. അത് ഞാനല്ലാതെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും നാച്ചുറൽ മാഗ്നറ്റും ഒക്കെ ഒന്ന് പറഞ്ഞായിരുന്നു അന്നേരം. അടുത്ത 3ാമത്തെ ചാപ്റ്റർ ലെറ്റ്സ് ലാൻഡ് സ്ട്രൈറ്റ്, നിവർന്ന് നിൽക്കുക അല്ലേ. അതിൻ്റെ സ്കെൽട്ടൺ, അസ്ഥികൂടം, നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള പാഠം ബയോളജിയാണ്. സ്കെൽട്ടൺ കണ്ടോ, ഫ്രെയിം വർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലാം എഴുതിയെടുത്തോണേ. സ്കെൽട്ടൺ ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ അസ്ഥികൂടത്തെക്കുറിച്ച്. പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതൊക്കെയാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി, ഏറ്റവും ചെറിയ അസ്ഥിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 വേർഡ്, ഹ്യൂമൻ സ്കെൽട്ടനെ കുറിച്ച്. ഹ്യൂമൻ സ്കെൽട്ടൺ. തുണിയിൽ നിർമ്മിച്ചിരിക്കുന്ന വസ്തു, ഫിഷ് മെയ്ഡ് വിത്ത് ഫാബ്രിക്സ്. ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. മത്സ്യത്തിൽ ഈർക്കിൽ ഉപയോഗിച്ച് എന്തിനാണെന്ന് ടെസ്റ്റിനകത്തിലെ ആ ചോദ്യം കേട്ടോ. തലയോടിനെ ബന്ധപ്പെട്ടുണ്ട്, സ്കള്ളിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. സ്കള്ള്
നമ്മുടെ ശരീരത്തിൽ ഈ തലയോട്ടിയിൽ അനങ്ങുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, അനങ്ങുന്ന ബോൺ ഏതാണ്? കീഴ്ത്താടിയല്ല കേട്ടോ, കീഴ്ത്താടിയല്ല്. അടുത്ത നട്ടലിനെ കുറിച്ച് ചോദിക്കും നിങ്ങളെ. നട്ടല് ഇംഗ്ലീഷ്, ഇത് മലയാളം. റിബ്സ് എന്താണ്? വാരിയൽ എന്നാൽ എന്താണ്? റിബ്സ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ. What is the main function of a vertebral column? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഓരോ കയ്യിൽ എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിക്കും കേട്ടോ. ഇതിനകത്തിലെല്ലാം ഈ പാഠത്തിൽ അസ്ഥി സംബന്ധമായിട്ട് ഒരുപാട് ചോദ്യമുണ്ട്. അസ്ഥികളുടെ ധർമ്മങ്ങൾ എന്തുവാ എന്ന് ചോദിക്കും. അസ്ഥികളുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? ഫങ്ഷൻസ് ഓഫ് ബോൺസ്, അതിൻ്റെ മലയാളം. മൊത്തം 206 ഇതിൽ കേട്ടോ. അടുത്തത് കാർട്ടിലേജസ് എന്നാൽ എന്താണ്? കാർട്ടിലേജസ് എന്ന് വെച്ചാൽ തരുണാസ്ഥികൾ. തരുണാസ്ഥികൾ അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും. അടുത്ത ജോയിൻ്റ് എന്താണ്? മനുഷ്യൻ്റെ കൈപ്പത്തിയും കാർഡ്ബോർഡ് തയ്യാറാക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആ ചാപ്റ്ററിൽ. ഓർമ്മയുണ്ടോ അതിനെക്കുറിച്ചൊക്കെ? ഒക്കെ മറന്നുപോയി കാണില്ലയോ? അടുത്തത് ഹിഞ്ച് ജോയിൻ്റ് എന്താണ്? വിജാഗിരി സന്ധി. ഹിഞ്ച് ജോയിൻ്റ്, വിജാഗിരി സന്ധി. ഞാൻ നിലവിളിച്ചില്ല എന്ന് കരുതി നിങ്ങൾ എഴുതാതിരിക്കല്ലേ കേട്ടോ. ഞാൻ നിലവിളി എൻ്റെ രാവിലെ തുടങ്ങുന്ന അവധികളെ. വോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഷോൾഡറിന്. അടുത്ത എന്താണ്? പിവോട്ട് ജോയിന്റ്. പിവോട്ട്. അടുത്ത എന്താണ്? ഫ്രാക്ചർ. എഴുതി എടുത്തോണേ. അടുത്ത എൻഡോസ്കെൽട്ടൺ എന്നാൽ എന്താണ്? എൻഡോസ്കെൽട്ടൺ. ആന്തരിക അസ്ഥികൂടങ്ങളും ബാഹ്യ അസ്ഥികൂടങ്ങളും ഒക്കെ എന്തുവാന്നുള്ള ചോദ്യം കേട്ടോ. അതിൻ്റെ ലെറ്റസസ് ആണിത് കേട്ടോ. എല്ലാത്തിൻ്റെയും ലെറ്റസസ് ഉൾപ്പെടെയാണ് തന്നിരിക്കുന്നത്. ബോൺസ് ഇൻസൈഡ് ദ ഇയർ. ചെവിക്കുള്ളിലെ അസ്ഥികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തിലെ ഏറ്റവും ചെറുത് സ്റ്റേപ്പിസ് ആണ്, ലാർജസ്റ്റ് ബോൺ ഫെമറും കേട്ടോ. സ്നെയിൽസിൻ്റെ, ഒച്ചിൻ്റെ അസ്ഥികൂടം ശരീരത്തിന് പുറത്താണ്. എന്തുകൊണ്ടാണ്? പുറന്തോടുകൾ എങ്ങനെയാണ് ജീവികൾക്ക് പ്രയോജനകരമാകുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തിൽ തന്നെ ഉണ്ട്. ഇതിനകത്തിലൊന്ന് നോക്കിയേ. ഒച്ചിൻ്റെ എക്സോസ്കെൽട്ടൺ, ബാഹ്യ അസ്ഥികൂടം എന്നാലും. പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് എന്തുവാണ്? ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ. എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്ന് ഇത് വന്നു കഴിഞ്ഞാൽ എന്നുള്ള കേട്ടോ. എന്തിനാണ് പൊട്ടലുള്ള എല്ലിന് കമ്പി ഇടുന്നത്? എന്തിനാണ്? ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നമ്മുടെ ചാനലിൽ എല്ലാ പാഠത്തിൻ്റെയും ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഇങ്ങനെ ഓടിച്ചിട്ട്, കാരണം ഈ പാഠങ്ങളെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ട് കാരണം ഇത് കഴിഞ്ഞ വർഷം പുസ്തകം മാറ്റം ആയതുകൊണ്ട് ആദ്യമേ ഒന്ന് ഇടും, പിന്നെ ഓണപരീക്ഷ ആകുമ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കാമെങ്കിൽ മനസ്സിലാവും. ഇതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതി കാണുമെന്നുള്ള വിശ്വാസത്തിലാണ്. എക്സ്റേയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാന്നും
റോങ്ഷനാണ് കേട്ടോ എക്സ്ട്രാ കണ്ടുപിടിച്ച്. യുവർ ഫ്രണ്ട് ഫെൽ, ആശുപത്രിയിൽ കൊണ്ടുപോകും. നിങ്ങളുടെ ഫുട്ബോൾ കളിക്കുന്നിടെ നിങ്ങളുടെ കൂട്ടുകാരൻ വീണ് കൈക്ക് പരിക്ക് പറ്റി, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെ നിന്ന് എപ്പോൾ സ്കിപ്പായെന്ന് ചോദിച്ചാൽ അതില്ലേ, അല്ലെങ്കിൽ അത് നമ്മൾ ഫുട്ബോൾ കളിച്ച് നമ്മൾ അവൻ്റെ ദേഹത്തിട്ടെന്നുള്ള രീതി വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എപ്പം മുങ്ങിയെന്ന് ചോദിച്ചാൽ മതി, ഇല്ലേ? അതല്ലേ സത്യം. പക്ഷെ എന്താ ചെയ്യേണ്ടത്? ഒടിഞ്ഞ കൈയുടെ ചലനം നിങ്ങൾ അവിടെ തടയാൻ, വീക്കം കുറയാൻ വേണ്ടി ഐസ് വെക്കുക, ആശുപത്രിയിൽ കൊണ്ടുപോകുക, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിലൂടെ ചെയ്യണം കേട്ടോ. അല്ലാതെ അവിടുന്ന് മുങ്ങുമല്ല ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത 4ാമത്തെ ചാപ്റ്റർ നിങ്ങളെ ഫ്ലവറിങ്ങിൻ്റെ പാഠം. എന്താണ്? ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് കേട്ടോ. ലാസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, എല്ലാ പൂക്കളും പൂക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ കുറേ ഈ ടെസ്റ്റിലെ കുറേ ചോദ്യങ്ങളാണ്, നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ്. അടുത്ത കണ്ട ചുവന്ന പൂവും മഞ്ഞപ്പൂവും, അതൊക്കെ പോട്ടെ. മഞ്ഞപ്പൂ പിച്ചിപ്പൂ ഇടയ്ക്കിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. പെഡിസലിൻ്റെ ജോലി എന്താണ്? പുഷ്പാസനം തലാമസ് എന്താണ്? കാലിക്സ് എന്താണ്? ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് എഴുതിയെടുത്ത് പഠിക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസമാണല്ലോ. ഇല്ല, ദളപുടം കാണാൻ പറ്റുന്നുണ്ടോ? കൊറോള, ആളിരുന്നങ്ങ് ചുരുങ്ങി വരുമല്ലോ. കൊറോള, ആൻഡ്രോസിയം, ഗൈനോസിയം. കംപ്ലീറ്റ് ഫ്ലവർ, പൂർണ്ണ പുഷ്പം എന്ന് വെച്ചാൽ എന്താണ്? ഒരു കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടോ? കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താണെന്നൊന്നും അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ ചോദ്യം ടെസ്റ്റിലുണ്ട്, അതാണ് ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത പൂക്കാത്ത സസ്യങ്ങളുണ്ട് കേട്ടോ. നമ്മളീ പറയുന്നെങ്കിലും പൂക്കൾ ഇല്ലാത്ത സസ്യങ്ങൾ, ഈ പൈനുണ്ടല്ലോ, പൈന്, പിന്നെ സൈക്കസ്, പന്നലും പായലും എന്നൊക്കെ പറയത്തില്ല, അതിനൊന്നും പൂക്കളില്ല കേട്ടോ. നീലക്കുറിഞ്ഞി എന്ന് വെച്ചാൽ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണ്. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഫ്ലവർ, ഒരു പൂവിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഹൗ ഡസ് ദ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്? ഇങ്ങനെയാണ് പൂവിൽ നിന്നും ഫലവും വിത്തും ഉണ്ടാകുന്നത്. വൈ ആർ റീപ്രൊഡ്യൂസ് പാർട്ട് ഓഫ് ദ ഫ്ലവർ? ഏതൊക്കെയാണ് പൂവിൻ്റെ പ്രത്യുൽപാദന അവയം? നമ്മളത് മുമ്പ് പറഞ്ഞതാ അല്ലേ. ഇനി ആൻഡ്രോസിയം എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്, നല്ലപോലെ പഠിച്ചോണേ കേട്ടോ. ഗൈനോസിയം ഉണ്ട്, മലയാളം ഇംഗ്ലീഷും ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഇത് ഇത്രയും വൺവേഡാണ്. ഈ വൺവേഡൊക്കെ ഞാൻ കുറേ വായിച്ചതായതുകൊണ്ട്. ഫീമെയിൽ ഗ്യാമേറ്റ്സ് സീംസ്, പെൺ ബീജം കാണപ്പെടുന്നത് ഇവിടെയാണ്, അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിൽ. ചെമ്പരത്തിപ്പൂവിൻ്റെ ചിത്രം വരച്ചിട്ട് ഭാഗം അടയാളപ്പെടുത്താൻ ചോദിക്കുവേ കേട്ടോ. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം അണ്ടാശയമുള്ള പൂവുകളാണ് ചെമ്പകപ്പൂവും ലോട്ടസും കേട്ടോ, കസ്റ്റാർഡ് ആപ്പിളും ഒക്കെ കേട്ടോ. ഓക്കെ, മെയിൽ, ഇത് ടെസ്റ്റിലെ ചോദ്യം. പൂക്കളിലും ആണും പെണ്ണും ഒക്കെ ഉണ്ടെന്നുള്ളത് കേട്ടോ. ലേഡീസ് ഫിംഗറും പംകിനും ഒക്കെ. ഓക്കെ, മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും. ഫ്ലവേഴ്സ് ഓഫ് പംകിൻ യൂണിസെക്ഷൽ. ഈ മത്തൻ്റെ പൂക്കൾ ഏകലിംഗ പുഷ്പങ്ങളാണോ എന്നൊരു ചോദ്യമുണ്ട് ടെസ്റ്റിൽ കേട്ടോ. അതെ. വെണ്ടയുടെ പൂവ് ഏകലിംഗമാണോ? വെണ്ട. ഏകലിംഗ പുഷ്പങ്ങൾ എന്നാൽ എന്ത്? ഏകലിംഗം ഉണ്ടെങ്കിൽ ദ്വിലിംഗവും ഉണ്ടല്ലോ. ദ്വിലിംഗ പുഷ്പങ്ങൾ എന്നാൽ എന്ത്? യൂണിസെക്ഷലും ബൈസെക്ഷലും ഫ്ലവറിൻ്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തപോലെ മെയിൽ പ്ലാന്റ്സ്, ഫീമെയിൽ പ്ലാന്റ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ. ഡയോസിഡസ് പ്ലാന്റ്സ് ഏകലിംഗ സസ്യങ്ങൾ. മൊണോസിയസ് പ്ലാന്റ്സ് ദ്വിലിംഗ സസ്യങ്ങൾ. ഏകലിംഗവും ദ്വിലിംഗവും തമ്മിലുള്ള എക്സാമ്പിൾ ഉൾപ്പെടെ പഠിച്ചു വെച്ചേക്കണേ. എന്താണ് പൊളിനേഷൻ? പരാഗണം എന്നാൽ എന്ത്? ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിന്നെ ഹൗ ഡസ്, ഇവ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത് കൊണ്ട് പൂക്കൾക്ക് എന്താണ് പ്രയോജനം? ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ പൊളിനേഷൻസ്. ബ്ലാക്ക് പെപ്പറും കുരുമുളകിൻ്റെയും റൈസും ഒക്കെ എന്തൊക്കെയാണ്? ഇവിടെ എല്ലാം ചോദ്യം ഉത്തരം ഉണ്ടാവും നിങ്ങൾ കേട്ടോ. ഞാനതിൻ്റെ വായിച്ച് കുഴപ്പിയത് കൊണ്ടാണ്. സെൽഫ് പൊളിനേഷൻ, സ്വപരാഗണം എന്നാൽ എന്താണ്? ക്രോസ് പൊളിനേഷൻ എന്നാൽ എന്താണ്? ആഫ്റ്റർ പൊളിനേഷൻ എന്നാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം. What happened to the pollen grains after pollination?
സൈഗോട്ട് സിക്താണ്ട. ഫെർട്ടിലൈസേഷൻ എന്നാൽ എന്തെന്നുള്ളതിൻ്റെ മലയാളം താ കിടക്കുന്നത് കേട്ടോ. മലയാളം ഇല്ലയെന്ന് പറഞ്ഞിരിക്കണ്ട. ഫെർട്ടിലൈസേഷൻ. അടുത്ത ബീജസങ്കലനത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ഇത് ഇത്രയും വൺ വേർഡാണ്. അതായത് പുഞ്ചഫലം എന്നാൽ എന്താണ്? ഇതെല്ലാം എഴുതിയെടുത്തോണ്ട് സ്പീഡിൽ കാണിക്കാം. കാരണം കണ്ടോ, ഇതെല്ലാം ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങൾ. ഫ്രൂട്ട്സ് എന്നാൽ എന്ത്? സിമ്പിൾ ഫ്രൂട്ട്സ് എന്നാൽ എന്ത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ വൺ വേർഡാണേ. ഇതൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഒക്കെ കേട്ടോ. ആദ്യമായി കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? പൂവിൻ്റെ ഭാഗങ്ങൾ എഴുതാനും കേട്ടോ. ഫ്ലോറിക്കൾച്ചർ ഇത് ചോദിക്കുന്ന കേട്ടോ. ഫ്ലോറിക്കൾച്ചർ പുഷ്പകൃഷിക്ക് പറയുന്ന പേരാണ് ഫ്ലോറിക്കൾച്ചർ കേട്ടോ. കപടഫലങ്ങളും. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്നാൽ എന്താണ്? പുഷ്പകൃഷി കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ആൻഡോറിയം ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ഓഫ് ഫ്ലോറിക്കൾച്ചർ കേട്ടോ. അവലംബക വസ്തു റെഫറൻസ് കൂടി അതടുത്തതില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അപ്പം വൃത്തിയായിട്ട് ഈ 4 ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പാഠം തന്നെ ഇട്ടിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ 1, 2, 3, 4. അപ്പോൾ അതിനകത്തിലെല്ലാം വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നോട്ടൊന്നും കിട്ടാത്തവർക്ക് വേണ്ടി ഇപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. എല്ലാവരും വൃത്തിയായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം കുഞ്ഞുങ്ങളെ, ഹാപ്പി ഓണം.